ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഇത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ അറിയാമല്ലോ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊണ്ടിടണം. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് സമയത്തിന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി എന്താണ് ഇപ്പോൾ പിന്നെ ആളുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഇത് ഒരുപക്ഷെ ബ്രേക്കപ്പിൽ നിൽക്കുന്ന ആളുകളുടെ പിന്നെ ഒരു എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത്, മിക്കവാറും എല്ലാവരുടെയും. അപ്പോൾ റണ്ണറാണ് വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളടുത്ത് ഒരുപാട് റണ്ണർ ആയി കളിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ നിങ്ങളോട് ഒരുപാട് പിന്നെ ഡിസോണസ്റ്റി ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ പിന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് പിന്നെ നിങ്ങൾക്കൊരു ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു ഈ വ്യക്തിയോട്. കാരണം എപ്പോൾ വിളിച്ചാലും പിന്നെ പറയുന്നത് എന്തെങ്കിലും തിരക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അതേമാതിരിയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം വെച്ചാൽ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ മെസ്സേജ് അയച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഓൺലൈൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ലാത്ത മാതിരി കാണിക്കുന്നു. കാരണം തേർഡ് പാർട്ടി ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധവും സ്നേഹവും ഒക്കെ ആയിരുന്നു ആദ്യം. എന്നാലും പിന്നീട് എപ്പോഴൊക്കെയോ അതിന് ഒരു ചാഞ്ചല്യം വന്നു തുടങ്ങിയപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവ് വന്നിരിക്കുന്നു എന്നാണ്. ആ വിശ്വാസക്കുറവ് വരുമ്പോൾ എന്താണ് കാരണമെന്ന് നമ്മൾ ചിന്തിക്കില്ലേ? ഇതുവരെ ഉണ്ടായിരുന്നതല്ലല്ലോ ഇപ്പോൾ. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്നോട് എങ്ങനെ ആയിരുന്നോ ആദ്യം? ഞാൻ എത്ര വേണ്ട എന്ന് വെച്ച് മാറി നടന്നിട്ടും എന്നെ പ്രലോഭിപ്പിച്ചു എന്ന് തന്നെ പറയാം. ആ രീതിയിലൊക്കെ വന്നിട്ട് പിന്നെ ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു പിന്നെ റണ്ണിങ് മോഡിലേക്ക് പോയി. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ ഒരു വിശ്വാസക്കുറവ് വന്നു നിങ്ങൾക്ക്. കാരണം അതിന് തേർഡ് പാർട്ടി ആയിരുന്നു എന്നാണ്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ തേർഡ് പാർട്ടി നേരത്തെ ഉള്ള ആൾ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. നേരത്തെ ഉള്ള ആളെന്ന് പറയുമ്പോഴേ പിന്നെ നിങ്ങളുടെ ബന്ധം തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള ഏതോ ഒരു റിലേഷൻഷിപ്പാണത്. ആ റിലേഷൻഷിപ്പ് ആദ്യം ഒന്ന് പിന്നെ പോയി, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ലോൺലി ആയി നിന്നിരുന്ന ആ സമയത്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ തേർഡ് പാർട്ടി വന്നപ്പോൾ ആൾക്ക് ഒന്നും മിണ്ടാൻ കഴിയാതെ പതിയെ റണ്ണിങ് അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം എന്നാണ് കാണിക്കുന്നത്. തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. ഞാൻ പ്ലാൻ ചെയ്ത പോലെയൊന്നുമല്ല, പെട്ടെന്നാണ് കയറി വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം കേട്ടോ. മിക്കവാറും അങ്ങനെ ആവാനാണ് സാധ്യത വരുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന പോലെ എടുക്കുക. അപ്പോൾ ഈ തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇയാളുടെ പ്ലാൻ ഒന്നും നടക്കാതെ പോയി, അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ പോയി എന്നാണ്. ഇവിടെ ഡേ ഡ്രീമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ നന്നായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും. ഡേ ഡ്രീം കാണുക എന്ന് പറഞ്ഞാൽ പകൽ കിനാക്കളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. കാരണം ഇതൊക്കെ ശരിയാകും ഒക്കെ ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ തേർഡ് പാർട്ടിയെ ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നും ആയിരുന്നില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിറ്റാച്ച്മെൻറ്റ് വന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കണം. അതിന് ഡിറ്റാച്ച്മെൻ്റ് ആയേ പറ്റുള്ളൂ. കാരണം സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. സംസാരിക്കാൻ ഉണ്ടാവണമെങ്കിൽ എന്താണ്? നമ്മുടെ മനസ്സ് എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം, അല്ലേ? ആ ക്രിസ്റ്റൽ ക്ലിയർ ആകുമ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിയോട് മനസ്സ് തുറന്ന് സ്നേഹിക്കാനും സംസാരിക്കാനും കഴിയുള്ളൂ. നമ്മുടെ പിന്നെ ഉള്ളിലെ ബാണ്ടക്കെട്ടുകൾ വെച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരുടെ പിന്നെ മുൻപിൽ ചെന്ന് നിന്നിട്ട് നമുക്ക് അത് പറയാനും ഒക്കെ ആ ഭാരം നമ്മളുടെ ഉള്ളിൽ കിടക്കുകയാണ്, അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ നിങ്ങളോട് പറയുന്നു, ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. എനിക്ക് ചിന്തിക്കാൻ കുറച്ചുകൂടി സമയം വേണം, ഇതിങ്ങനെ പോകാൻ കഴിയില്ല എന്ന് ഇവിടെ ആൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. കാരണം കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങളോട്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാവിയിൽ നീ എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആൾക്ക് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നാണ് കാണിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി വിട്ടുപോയി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി കൂടുള്ള ഫാമിലി ആണെങ്കിലും ആരായാലും പിന്നെ ഏത് ബന്ധമാണെങ്കിലും
അത് പിന്നെ പോയി എന്നുള്ള ആ ഒരു ധാരണയിലാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ. പക്ഷേ ഇത് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് വന്നു ചേർന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ആൾ സ്റ്റക്കായിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു റണ്ണർ എന്ന അവസ്ഥയിൽ പോവുകയും ഇവിടെ നിങ്ങൾക്ക് ഡിസോണസ്റ്റ് വരികയും ചെയ്യാൻ കാരണം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നു ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളോട് ആത്മാർത്ഥതയുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആത്മാർത്ഥമായ സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ ഇതേ എക്സ്ട്രാ മാരിറ്റൽ ഒരു ബന്ധം കൂടെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ബന്ധത്തിൽ എനിക്ക് പിന്നെ ഈക്വലായിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ആ രീതിയിലുള്ള ഒരു ബന്ധം കൂടി. അതായത് തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ എങ്കിൽ പോലും എൻ്റെ സാഹചര്യം അതാണ്. തേർഡ് പാർട്ടി വിട്ടുപോയിട്ടൊന്നുമില്ല, തേർഡ് പാർട്ടി കൂടെയുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതുകൊണ്ട് എൻ്റെ കൂടെ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഹോപ്പ് ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. ഇവിടെ പിന്നെ ഇവിടെ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെയധികം അതാണ് ഡേറ്ററുമൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ നല്ല പ്രതീക്ഷയുമുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ എവർ ചേഞ്ച്. നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നുവോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയം ഉണ്ട്. എനിക്കറിയില്ല, മാറ്റം വന്നു. ഇനി നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇവിടെ ബ്രേക്കപ്പ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും പിന്നെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈ ഒരു സ്നേഹമൊക്കെ. എങ്കിൽ പോലും പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ നിൻ്റേത് എന്താണെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, എനിക്കറിയില്ല എന്നാണ്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. അപ്പം ഞാൻ പിന്നെ എനിക്ക് നല്ല നല്ല അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ നിന്നാലും ശരി, അപ്പോൾ തന്നെ അത് മിസ്സായി പോകും. അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പൊതുവേ ഉള്ള കാര്യമാണ് പറയുന്നത്. പൊതുവേ അങ്ങനെ ലൈഫിൽ അങ്ങനെ ഒരു പിന്നെ പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണിത്. എന്ന് വെച്ചാൽ കുറച്ച് പിന്നെ ജീവിതത്തിൽ ആത്മാർത്ഥതയൊക്കെ ഉണ്ടാവും. എന്തോ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇതിങ്ങനെ വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് സോൾ കോൺട്രാക്റ്റ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ സോൾ കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെന്ന് കാണിക്കുന്നിരിക്കുന്നു. ദ ലെസൺസ് ഐ ലേൺഡ് ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൻ. മറക്കാൻ കഴിയാത്ത ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങൾ എത്ര തന്നെ മാറി നിന്നാലും മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് രണ്ടുപേർക്കും എന്ന് കാണിക്കുന്നുണ്ട്. മാനസിക സംഘർഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ വളരെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നിങ്ങൾക്ക് അതിന് പറ്റാത്ത ഒരു അവസ്ഥ വന്നു. പിന്നെ ഇവിടെ ഈഗോയും പിന്നെ ഡാമേജും ഒക്കെ വന്നിട്ടുണ്ട്. വി ആർ ബോത്ത് ഹട്ടിങ് ഫ്രം ദിസ്. ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ റണ്ണിങ് പിന്നെ അവസ്ഥ വന്നപ്പോഴും അത് നിങ്ങൾക്ക് ഡിസോണസ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ഹട്ട് ചെയ്ത് രണ്ടുപേരും അന്യോന്യം ഹട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അത് കുറച്ച് ഈഗോയും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ലെന്നൊക്കെയാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ എന്തോ അങ്ങനെ വന്നു. ഇപ്പോൾ ഇയാൾക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ദ സ്ട്രെസ് ഫ്രം ദിസ് ട്രെയിനിങ് മീ. വളരെയധികം സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ സ്ട്രെസ് ഉള്ളത് കൊണ്ട് വളരെയധികം സ്ട്രെസ്സിലാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം വേദനയുണ്ട്, നഷ്ടബോധമുണ്ട്, വളരെയധികം നഷ്ടബോധം, കുറ്റബോധം ഒക്കെ ഉണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരു നല്ല വ്യക്തിയെ നഷ്ടപ്പെടുത്തിയതിനുള്ള സങ്കടമാവും കേട്ടോ. എസ്കേപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എസ്കേപ്പ് ചെയ്ത് പോയതാണ് അന്ന്. ഇതൊക്കെ നിങ്ങളോട് പറയുകയാണിപ്പോൾ. എന്തോ ഒരു മാനസിക സംഘർഷം ആൾക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പം പിന്നെ വളരെ അധികം വിഷമം പറയുന്നുണ്ട്. എന്താണ്, ഐ നോ മൈ ഇന്നെബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്സ് യു. പിന്നെ നിന്നെ ഹട്ട് ചെയ്ത സമയത്ത് ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ എനിക്ക് കഴിയാതിരുന്നതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു വളരെ വേദനിപ്പിക്കുന്ന കാര്യം എന്നാണ്. അപ്പോൾ അന്നൊരു നല്ല ഡിസിഷൻ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടൊരു നല്ല ലക്ഷണമില്ല. പോയിട്ട് വന്നതാണെങ്കിൽ പോലും, തേർഡ് പാർട്ടി പോയിട്ട് വന്നതാണ് എങ്കിൽ പോലും തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഒരു നല്ല അവസ്ഥയിലല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ കാർഡ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ചിന്തകൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആളിനോടുള്ള രീതി എന്താണ്, ഇനി നിങ്ങൾ വേറെ ആരുമായിട്ടെങ്കിലും വല്ല കമ്മിറ്റ്മെൻറ്റും ഉണ്ടായോ, ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഇത്തിരി കൺഫ്യൂഷനിലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ വലിയ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് പറയാനുള്ളതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എന്നാണ്. ഇപ്പോൾ അൺസാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയുന്നത്. അൺസാറ്റിസ്ഫൈഡ് ആണ്, അതായത് പറഞ്ഞല്ലോ തേർഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ അപ്പോൾ അൺസാറ്റിസ്ഫൈഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇത് ഡെസ്റ്റിനിയാണ് എന്നുകൂടി കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് കാർഡാണ് ഡെസ്റ്റിനി. അപ്പം ഇത് ഡെസ്റ്റിനിയാണ്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഞാൻ റൈറ്റ് പാത്തിലേക്ക് പോകുവാൻ ഉള്ള സ്ട്രഗ്ലിങ്ങിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാനത് തിരഞ്ഞു പിടിക്കുകയാണ്. അതായത് എൻ്റെ ഡെസ്റ്റിനിയാണ്. ആ ഡെസ്റ്റിനി ഞാൻ അനുഭവിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ എനിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതാണോ എന്നിപ്പോൾ എനിക്ക് കൺഫ്യൂഷനുണ്ട്. കാരണം ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു, നിങ്ങൾ അങ്ങോട്ടും അതുപോലെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഡെസ്റ്റിനിയാണ്, അതുപോലെ സോൾ കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളെ മറക്കാൻ കഴിയാത്തത് എന്ന് ഇതിനകത്ത് വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ റെസനേറ്റ് ആവുന്നവരെടുക്കുക കേട്ടോ. അത്തരവിട്ടേക്ക് പേഴ്സണൽ റീഡിങ് വേണ്ടവർ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് വരിക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.